ബി ജെ പിയുടെയൊക്കെ പ്രതിനിധികൾ ആവർത്തിച്ചു പറയുന്നു ഇന്ന് ജാമ്യം കിട്ടും, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ. അതാണ് ഞാൻ കാരണം BJP സംസ്ഥാന നേതാക്കൾ പറയുന്നതല്ല. ഛത്തീസ്ഗഡിലെ BJP നേതാക്കളോ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെയോ എക്സിലൂടെയുള്ള പരാമർശം. കഴിഞ്ഞ ദിവസം കോടതിയിലടക്കം സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. അപ്പോൾ BJP ഒരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ബി ജെ പിയുടെ നേതാക്കൾ കേരളത്തിൽ നിന്ന് വന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യം, അവർ ഇന്നലെ ഇത് ജാമ്യം കിട്ടുമെന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും സർക്കാർ വക്കീൽ ഇതിനെ എതിർക്കില്ല എന്നുമൊക്കെയാണ്. അപ്പോൾ ആ പ്രതീക്ഷയിലായിരുന്നു ഈ കന്യാസ്ത്രീകളും അതുപോലെ നമ്മളെല്ലാവരും ഇന്നലെ ജാമ്യം കിട്ടണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ അവർ പറഞ്ഞതിൽ നിന്ന് തികച്ചും ഘടകവിരുദ്ധമായിട്ട് സർക്കാർ അഭിഭാഷകനാണ് ഇത് NIA കോടതിക്ക് പോകേണ്ട ഒരു കേസാണ് എന്ന് സെഷൻസ് കോടതിയിൽ വാദിച്ചതായിട്ട് നമ്മൾ കോടതിയുടെ വിധിപ്പകർപ്പിൽ തന്നെ നമുക്ക് അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ NIA കോടതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ സമയം വൈകിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നിന്നുള്ള BJP യുടെ പ്രതിനിധികൾ പറയുന്നൊന്നുമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJP നേതാക്കളോ പറയുന്നത്. ഇന്നലെ കൂടി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിൽ അദ്ദേഹം പറഞ്ഞത് ഇത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നു, നിയമത്തിൻ്റെ വഴിക്ക് പോകും, മറ്റൊരു ഇടപെടലുകളുടെ കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് ദുർഗിൽ നിന്നുള്ള BJP യുടെ ലോക്സഭാ അംഗം അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി ഈ അതിക്രമം കാണിച്ച ഈ കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ഹരാസ് ചെയ്ത ബജ്രംഗ് ദൾ പ്രവർത്തകരെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ ഏതാണ്ട് വലിയ അപരാധം ചെയ്തു എന്ന മട്ടിൽ പാർലമെന്റിനകത്ത് സംസാരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടുത്തെ BJP യുടെ MP ആയാലും ശരി, ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലും ശരി, ഇവിടുത്തെ BJP നേതൃത്വമായാലും എല്ലാം അവർ ഈ അതിക്രമം കാണിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. കേരളത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും BJP നേതാക്കൾ ഇവിടെ പറയുന്നു ഇവരാരും ഇവിടെ മുഖവിലക്കെടുക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നില്ല. കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ജോർജ് കുര്യന്റെ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ കാരണം പ്രതിഭാഗം അഭിഭാഷകരെന്നാണ് ജോർജ് കുര്യൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലീസ് അല്ല TT ആണ് കേസെടുത്തെന്നും BJP യുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നു എന്നൊക്കെ ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ്? BJP യുടെ MP തന്നെയാണല്ലോ ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചത്. അദ്ദേഹം പോലീസിനെ ന്യായീകരിച്ച് ഈ കേസിനെ ന്യായീകരിച്ച് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കൃത്യമായ അവരുടെ നിലപാടാണ്, BJP യുടെ നിലപാടാണ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും ജനങ്ങളെല്ലാം കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് അത് തന്നെയാണ്, പോലീസിൻ്റെ ജോലി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ കേസിനെ ഏറ്റവും സങ്കീർണമാക്കാനാണ് ഭരണ സംവിധാനങ്ങൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ റോജി പറഞ്ഞത് ഇന്നലെ ബജ്രംഗ് ദളിൻ്റെ വക്കീലും പബ്ലിക് പ്രോസിക്യൂട്ടറും ഒരേ കാര്യമാണ് പറയുന്നത്. ഇത് ജില്ലാ കോടതിയിൽ അധികാരമില്ലാത്ത കേസാണ്, NIA കോടതിയിലേക്ക് വിടേണ്ട കേസമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ വൈകിപ്പിക്കാം, ഈ കേസ് എങ്ങനെ വൈകിപ്പിക്കാം, ഇവരെ കൂടുതൽ ദിവസം എങ്ങനെ ജയിലിൽ കിടത്താം എന്നുള്ള ഒറ്റ ചിന്തയാണ് അവരെ നയിക്കുന്നത്. പക്ഷേ NIA ആകട്ടെ, NIA ആണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കണം, ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അയക്കണം, സെൻട്രൽ ഗവൺമെൻറ് ആ കാര്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കണം. അവരുടെ തീരുമാനം വന്നതിന് ശേഷമേ NIA കേസ് ഏറ്റെടുക്കാൻ സാധിക്കൂ. ഈ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, നിരവധി കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതികൾ വിധിന്യായമുണ്ട്, അവരുടെ വിധിന്യായമുണ്ട്. NIA അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ പോലും ആ കേസുകൾ ട്രയൽ കോർട്ട് എന്ന നിലയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ആ കേസുകൾ വരാം, അവിടെ പരിഗണിക്കാം. ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും പോയിട്ടില്ല. ഈ കേസിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കോടതിക്ക് സാധിക്കുമായിരുന്നു. ആ മെറിറ്റിലേക്കൊന്നും പോകാതെ അവിടെ ബജ്രംഗ് ദളിൻ്റെയും പ്രോസിക്യൂട്ടറുടെയും മാത്രം ആ വാദം അംഗീകരിച്ച് വിട്ട നടപടി, അത് ജില്ലാ കോടതിയുടെ നടപടി, അത് നിയമപരമായി നിൽക്കുന്നതല്ല. ഞങ്ങൾക്ക് കോടതിയിൽ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ ഉടനെ തന്നെ അത് അവർക്ക് ന്യായം ഉറപ്പുവരുത്താൻ വേണ്ടി, നീതി ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ തുടരും. അത് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണ്, ഒന്നുകിൽ NIA കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. ഏതാണ് ഇപ്പോൾ ഒരു അവസാനമായി തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് അത് സംസാരിക്കുകയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം മാത്രമാണ് നമുക്ക് വിധിയുടെ പകർപ്പ് കൈവശം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ആലോചിച്ച് അതിനകത്ത് എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിനകത്തുള്ളൊരു ഉചിതമായ തീരുമാനമെടുക്കും. എന്ത് തന്നെയായാലും എത്രയും വേഗം അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് നമ്മൾ കടക്കും.
ജിംസ്, എന്തായാലും വലിയ ഗൂഢാലോചനയും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആരൊക്കെയോ പ്രവർത്തിക്കുന്നുവെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന MLA-മാരും അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ അവർ ഇവിടെ കണ്ടത്, കാരണം ഈ കോടതി പരിസരത്തടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ബജറംഗ് ദൾ പ്രവർത്തകർ ഒരിടത്ത് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടേക്ക് തടിച്ചുകൂടി എത്തുകയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ ഉറച്ചു പറയുകയാണ്. അവരുടെ റിമാൻഡ് നടപടി അല്ലെങ്കിൽ NIA-ക്ക് പോകണമെന്നുള്ള ആവശ്യങ്ങൾ, കാരണം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടല്ല BJP കേരളത്തിലെ നേതാക്കൾ സ്വീകരിക്കുന്നത്. കൃത്യമായി ഇതിന് പിന്നിൽ ഒരു ഒളിച്ചുകളിയും അതുപോലെ തന്നെ ഗൂഢാലോചനയും നടക്കുന്നുവെന്ന് തന്നെ ഇപ്പോൾ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ NIA കോടതിയിലേക്ക് മാറ്റാനുള്ളത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ നീക്കം എന്നാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും റോജി M. ജോൺ MLA-യും ഒക്കെ പറയുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് PR അരവിന്ദാണ് ഈ വിവരങ്ങൾ നൽകിയത്.